ഈസ് ബിജി അബൂബക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി എന്ത് പറയാൻ പറ്റും? സിംപ്ലി എന്താ പറയുക, ഒരു സമൂഹത്തെ നല്ല ഭക്ഷണ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാൾ. ഭക്ഷണ രീതി മാത്രമാണോ അതോ എവരി ലൈഫ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? ഭക്ഷണമാണല്ലോ ഒരു മനുഷ്യനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. അപ്പോൾ ഭക്ഷണത്തെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൈകളിലേക്കും ഫോൺ എത്തിയതോടുകൂടി നമുക്ക് എവിടെ ഇരുന്നും എന്തും അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. രാവിലെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരു മുട്ട കഴിച്ചാൽ കുഴപ്പമില്ല, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 മുട്ട വരെ ഒരു ദിവസം കഴിക്കാം. വൈകിട്ട് വരുന്നത് നിങ്ങൾ 10 മുട്ട കഴിച്ചാലും കുഴപ്പമില്ല. അപ്പം ആക്ച്വലി നമ്മൾ കൺഫ്യൂസ്ഡ് ആയ ഒരു രീതി നമുക്ക് തന്നതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ രീതിയിൽ ജീവിതം നയിച്ചു പോയവർ കൂടെ ഇപ്പം എന്താണ്, എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിലുള്ള ഒരു കൺഫ്യൂഷൻ. അവിടെയായിരുന്നു നമ്മളുടെ ബ്രാൻഡ് എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പ്രചരിപ്പിച്ചിരുന്നത് ആ സമയത്ത്. പിന്നെ എന്ത് പറ്റി ആ ഒരു ബ്രാൻഡിനൊരു ഡൗൺഫോൾ വരാനായിട്ടുള്ളൊരു കാരണം എന്തായിപ്പോയി? നമ്മൾ ഒരുപാട് വർഷത്തെ പരീക്ഷണ നിരീക്ഷണമൊക്കെ കഴിഞ്ഞാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ആക്ച്വലി 2007 3 കുട്ടികളുള്ള സമയത്താണ് പ്രകൃതി കൃഷി എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം അന്ന് നമ്മൾ അന്ന് ചിന്തിച്ച എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ അന്ന് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഹിലാലും ഞാനും സ്കൂളിൽ കുട്ടികൾ പോകണ്ട, അപ്പം സ്കൂളിൽ പോകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ചൈൽഡ്ഹുഡ് അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ, അവർ കളിച്ചും ചിരിച്ചും. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു സ്കൂൾ വിടുന്ന സമയത്ത് നമ്മളൊരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ പിള്ളേരെല്ലാം കൂടെ എരച്ചല്ലേ വരുന്നത്, ഒരു ഡാം പൊട്ടി വരുന്ന പോലെ ആയിരിക്കും അല്ലേ പിള്ളേർ ഓടിയാ വരുന്നത്. സ്കൂളിലോട്ട് പോകുമ്പോൾ ഇച്ചിരി നടന്ന് ഒരു 5 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണല്ലോ പോണേ. അപ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ, ഈവൻ ഇഫ് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ആ സ്കൂള് വിടുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു റഷ് ഉണ്ടല്ലോ, അതൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പോക്ക് പോലെ ഒരു തോന്നലാണല്ലോ. പക്ഷേ ഈ ഇപ്പോൾ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറേ നൊസ്റ്റാൾജിക് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു 10ാം ക്ലാസ് ഓർമ്മകൾ, +2 ഓർമ്മകൾ, അതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു നമുക്ക് എപ്പോഴും ഇനിയിപ്പോൾ കോളേജിൽ പോയാലും ഇനിയിപ്പോൾ ഒരു വർക്ക് സ്പേസിൽ പോയാലും നമുക്ക് എത്ര കൊളീഗ്സ് ഉണ്ടായാലും ഒക്കെ മിക്കവർക്കും ഏറ്റവും കൂടുതൽ അവർക്കൊരു കണക്ഷൻ, കാരണം അവരുടെ ഒരു കുഞ്ഞുനാൾ മുതൽ അവർ കണ്ടു വളർന്ന് ഈ സ്കൂൾ ഫ്രണ്ട്സിനെ ആയിരിക്കും. അതെ അതെ. അപ്പോൾ അതൊക്കെ അവർ മിസ് ചെയ്യില്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ എനിക്കുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ ഇപ്പോൾ നമ്മൾ വീട്ടിലിരുത്തിന്ന് വെച്ചോ, അങ്ങനെ ഇരുത്തിയാൽ പോലും ഇവരുടെ കൂടെ കളിക്കാനായിട്ട് കുറച്ച് കുട്ടികൾ വേണ്ടേ? നമ്മുടെ വീട്ടിൽ പിള്ളേർ മാത്രമാണല്ലോ വീട്ടില്, മറ്റു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അപ്പൊ ഇവർക്ക് കൂടെ കളിക്കാനോ ഒന്നും ആരും ഇല്ലെങ്കിൽ അതപ്പോ എങ്ങനെയായിരിക്കും ആ ഒരു കാര്യം? ആ സമയത്തുള്ള നമ്മുടെ ജീവിതം ഒന്നും ഒരിക്കലും ഒരു ടൗൺ ബേസ്ഡ് ആയിരുന്നില്ല. ഞങ്ങൾ അട്ടപ്പാടിയിലും പാലക്കാടും ആയിരുന്നു അധികവും. പിന്നെ വയനാടും ഒക്കെ നമ്മൾ കൃഷി ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും യാത്രയിലായിരുന്നു അന്ന്. കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇവര് ഓൾമോസ്റ്റ് യാത്ര സൗത്ത് ഇന്ത്യയിലും ഒക്കെ പോവുക, കൃഷിയിടങ്ങൾ കാണുക, അവിടെ ചില സൗഹൃദങ്ങൾ ഉണ്ടാവുക. ഞാൻ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് കുട്ടികൾ അവിടെ, അതായത് അവരുടെ ഇതുപോലെ അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കിയ ചില ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇതെല്ലാം കൺസെപ്റ്റ് ദ സെയിം, നാച്ചുറൽ വേ ഓഫ് ലൈഫ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ലീവ് നാച്ചുറൽ എന്നുള്ളതാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോഴും ദേ ആർ വെരി എന്ന് പറയുക വെരി സ്മാർട്ട്, നന്നായി ലാംഗ്വേജ് അറിയാം, നന്നായി അവരുടെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ അറിയാം, അവരോരിടത്തും പഠിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടികൾ നമ്മൾ അന്ന് പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്കൂളിൽ വിടാതിരിക്കുമ്പോഴും അവർക്കൊരിക്കലും വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. യാത്രകള്, പിന്നെ നമ്മൾ ഗ്രാമങ്ങളെ സെറ്റ് ചെയ്തായിരുന്നു നമ്മുടെ താമസങ്ങൾ. കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു, നമ്മളായിട്ടൊരു കമ്മ്യൂണിറ്റി. എനിക്കൊരിക്കലും കമ്മ്യൂണിറ്റി ലിവിങ്ങിന് താല്പര്യമുള്ള ആളായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ അടുത്ത് താമസിക്കുന്ന അവരുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവരുമായിട്ട് കളിയും ബഹളങ്ങളും. പിന്നെ നമ്മുടെ വീട്ടിൽ അന്ന് തന്നെ ഒരു 10-47 പശുക്കളുണ്ട്, നാടൻ പശുക്കള്. പിന്നെ ഇതൊക്കെ നോക്കാൻ വരുന്നവരുണ്ട്, പ്രായമായവര്, ഹിന്ദിക്കാര്, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കൂട്ടുകാര്. അപ്പൊ പിള്ളേരൊക്കെ ചെറിയ പ്രായത്തിലേ അപ്പം എന്താ മൾട്ടി ലിംഗ്വൽ ആയിട്ടായിരിക്കും വളർന്നത്. നമ്മുടെ നാടെ ഒറീസക്കാരുണ്ടായിരുന്നു, തമിഴ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മോനെ ഒരു 13 വയസ്സുള്ളപ്പോ ഞങ്ങളുടെ പശുവിനെ നോക്കാൻ നിന്നിരുന്ന ഒറീസയിലെ കണ്ടമാൽ ഡിസ്ട്രിക്റ്റിലായിരുന്നു. ശരിക്കും അതൊരു റൈറ്റ് പ്ലേസ് ആയിരുന്നു. എന്നിട്ടും ഹിലാലിന് നിർബന്ധമായിരുന്നു അവൻ ഈ പ്രായത്തിൽ തന്നെ
നാട് ഒക്കെ കാണട്ടെ എന്ന് പറഞ്ഞു. അവന് 11 വയസ്സുള്ളപ്പോഴത്തേക്കിന് പുള്ളി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഈ പുള്ളിയുടെ ചില പരീക്ഷണങ്ങളോട് എനിക്ക് ചില എന്താ പറയുക താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹി വാസ് വെരി ബ്രേവ്. ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ അവനും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം എന്നെ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്, നീ അവൻ്റെ കയ്യിൽ കുറെ റൈസ് ഒക്കെ കൊടുത്ത് വിടാൻ പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എങ്ങനെ വിടും എന്ന് ചോദിച്ചാൽ പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ബസ്സിൽ കയറ്റി വിട്ടാൽ മതി, ഞാൻ വന്ന് വിളിച്ചോളാം തന്നെ. അപ്പോൾ അവന് 11 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനെ നേരെ കയറ്റി വിട്ടു. പക്ഷെ സേഫായിട്ട് നമുക്കന്ന് തോന്നി. കാര്യം എന്നാന്ന് വെച്ചാൽ ബസ്സിൽ കയറിയാൽ മതിയല്ലോ, ഇറങ്ങുന്നിടത്ത് ഒരാളുണ്ട്. പിന്നെ ട്രാവലുകാരോട് പറഞ്ഞു വിട്ടു. പിന്നെ 14 വയസ്സ് അടുത്ത സമയത്താണ് കണ്ടമാല് വിട്ടത്. ഒരു മാസം അവിടെ റേഞ്ച് പോലും ഇല്ല, വില്ലേജ് ഒറ്റയ്ക്ക്. നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന പയ്യനെ, അവന് ബ്രഹ്മ എന്നായിരുന്നു പേര്, ബ്രഹ്മയുടെ കൂടെ നമ്മൾ വിട്ടു. പിന്നെ അവനവിടെ വലിയ മരത്തിൻ്റെ ഒക്കെ മേളിൽ കയറി റേഞ്ച് പിടിച്ചിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവർ വീട് പണിയാനാണ് അവൻ ലീവ് എടുത്ത് നമ്മുടെ അടുത്തുനിന്ന് പോയത്. ആ വീട് പണി എന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അപ്പോൾ അവിടെ വരും. ഇവർ തന്നെ മണ്ണ് വെച്ച് ഇഷ്ടിക ഉണ്ടാക്കുന്നു. ഇവരെല്ലാവരും തന്നെ വീട് പണിയുന്നു. എന്നിട്ട് അവിടെ താമസിക്കുക. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു വീട് പണി എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം വീട് പണിയുന്ന ആൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവരുടെ ഭാര്യയുടെ ആങ്ങള, അങ്ങനെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട് പണിയുന്നത്. ആ വീട് പണിക്ക് അവർക്ക് ചിലവില്ല. കാര്യം വെച്ചാൽ ഇവരുടെ പാടത്തെ പിന്നെ മണ്ണൊക്കെ ചേർത്ത് ഇഷ്ടിക ഉണ്ടാക്കുന്നു. അവർ വളരെ ചെറിയൊരു വീട് പണിയുന്നു, വളരെ സുഖമായി ഇവിടെ കഴിയുന്നു. അപ്പം ഞാൻ മോനോട് ചോദിക്കും, മോനെ അവിടെ ചെന്നപ്പോൾ അവന് ഏക ഒരു പ്രശ്നം വന്നത് പരിപ്പ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നം വന്നപ്പോൾ അവൻ സ്വിച്ച് ചെയ്തു. നേരെ അവന് കിഴങ്ങും തക്കാളിയൊക്കെ ഉപയോഗിച്ച് കറിയൊക്കെ അവന് വേണ്ടത് ചിലപ്പോൾ അവനുണ്ടാക്കും. ഇവർ 4 മണിയാകുമ്പോൾ ബ്രഹ്മയുടെ വൈഫണിക്കും അവർ ആദ്യം ചെയ്യുന്നത് വീട് വൃത്തിയാക്കലാണ്. തൂത്തുവാരി മെഴുകി എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ ചോറ് വയ്ക്കും. ഈ ചോറ് അവർ രാവിലെയും കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവർ എന്തെങ്കിലും ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് തന്നെ അവർ കിടന്നുറങ്ങുകയും ചെയ്യും. ഇപ്പം 14 വയസ്സായപ്പോൾ ഒക്കെ അവനെ അങ്ങനെ പരീക്ഷിപ്പിച്ചു. അവൻ മാത്രമാണ് ഒട്ടുമേ സ്കൂളിൽ പോകാത്ത ആള്. അപ്പൊ അവനൊരു വരെയും പോയിട്ടില്ല, ഒന്നും പഠിച്ചു. പിന്നെ ഡിഗ്രി അല്ല, അവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ച് വലുതായി വന്നപ്പോഴത്തേക്കിനും മറ്റു മക്കള് സ്കൂളിൽ പോകാൻ അത് അവർക്ക് 15ഉം 13ഉം ഒക്കെ ആയപ്പോ കുറച്ച് ഞാൻ മക്കളുമായിട്ടൊരു ജീവിതത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരം വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ദുബായിക്ക് പോയി മക്കളുമായിട്ട്. ഞാൻ ദുബായി പോയി ഉണ്ടാക്കിയ ബ്രാൻഡാണ് ആക്ച്വലി നാച്ചുറൽ എഡിബിൾസ്. അവൻ മക്കളിങ്ങനെ ചോദിച്ചു, അമ്മയ്ക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ എന്തോരം ഫ്രണ്ട്സാ, ഞങ്ങൾക്ക് ആകെ മിസ് ചെയ്തത് ഇങ്ങനെ ഒരു ബോണ്ടായിട്ട് ഫ്രണ്ട്സിനെ കിട്ടത്തില്ല. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ 5 വർഷം ഒരുമിച്ച് പഠിച്ചു. മറ്റേതെന്ന് പറയുമ്പോൾ കളിക്കുന്ന കൂട്ടുകാര്, അത് കഴിയുമ്പോൾ അവരങ്ങ് പോയി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ അതിന് നമ്മൾ വേറൊരു ഗ്രാമത്തിൽ സെറ്റ് ചെയ്യും. അപ്പത്തേക്കിനും അവിടുത്തെ കൂട്ടുകാരാകും. അപ്പൊ അങ്ങനെ വെച്ചപ്പോ ഞാൻ ചോദിച്ചു, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നില്ല. പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ കൺസെപ്റ്റിലൊക്കെ പോലെ തന്നെയുള്ളവരുടെ മക്കളും ഒക്കെ ആയിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്കൂളിൽ പോകണോ എന്ന് ചോദിച്ചാൽ നേരം പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങളെ ആരെടുക്കാനാ, 15 വയസ്സായി, ഇനിയിപ്പോൾ ആരെടുക്കും ഉമ്മച്ചീന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു, തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂള് കാക്കനാട്. ഞാൻ അവിടുത്തെ HM ചെന്നുണ്ട്. വളരെ സ്ട്രെങ്ത് കുറഞ്ഞൊരു സ്കൂളാണ്. അപ്പൊ HM പറഞ്ഞു, അയ്യോ ഇവർക്ക് എഴുത്തും വായനയൊക്കെ അറിയാവോ? ഞാൻ പറഞ്ഞു, അവരങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, അവര് കൃഷിയാണ്, അവർക്ക് എഴുത്തും വായനയൊന്നും അറിയത്തില്ല. പക്ഷെ മോനൊരു 8 വയസ്സുള്ളപ്പോഴൊക്കെ തന്നെ 2 ദിവസം കൊണ്ട് പത്രം വായിച്ചു. മൂത്തയാള് 2 ദിവസമൊക്കെ, ഒരു ദിവസമൊക്കെ ഇങ്ങനെ അക്ഷരമൊക്കെ തപ്പി തടഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ പത്രം വായിക്കാൻ തുടങ്ങി. ഇവര് പക്ഷെ കുറച്ചൊരു പെൺപിള്ളേരല്ലേ, ഇവര് ഈ ചോറും കറി കളികളും കുറച്ച് ആർട്ട് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ അങ്ങ് പോയി. എഴുത്തും വായനയും പ്രശ്നമാണ്. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഇവരെ ഒന്ന് ചേർക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് നോക്ക്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആഫ്റ്റർ കോവിഡിൽ TC വേണ്ട, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, പക്ഷെ BG പഠിപ്പിച്ചെടുക്കുമെന്ന് ഒരു ഉറപ്പ് എനിക്ക് തരണമെന്ന്. ഞാൻ പറഞ്ഞു, പാസ്സാക്കാം, നമുക്ക് അതിനുള്ളത് ഞാൻ പഠിപ്പിച്ചെടുക്കാൻ തന്നെ. പക്ഷെ മൂത്തയാള് ഹിന്ദിക്കൊഴികെ എല്ലാത്തിനും A+ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയല്ലേ ഇപ്പം നമുക്കും പറയാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ്സിലെ ആകെ ക്ലാസ്സിലിരുന്ന് പഠിച്ചുള്ളൂ, 9 A+ ആയിരുന്നു. അവളിപ്പോൾ ആർക്കിടെക്ചറിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് 10ാം ക്ലാസ്സിന് ഒരു 6 A+, ബാക്കി കാശട്ടി അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളൊന്നുമല്ല. ഒന്നും അറിയാത്ത പിള്ളേരായിരുന്നു. പക്ഷെ മൂത്തവൾ ഇപ്പോഴും ക്ലാസ്സിലെ സീരിയസ് എക്സാം എല്ലാം വന്നപ്പോൾ മിക്കതിനും ഫുൾ മാർക്കാണ്. അതെല്ലാ എൻ്റെ മോക്ക് മാത്രമുള്ള കഴിവല്ല, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് അവരുടെ ഒരു ബാല്യം അവർ കൊണ്ടുപോയത്. പിന്നെ അവരാഗ്രഹിച്ചപ്പോൾ മാത്രമാണ് അവർ പഠിച്ചത്.